നിങ്ങളുടെ മകൻ ശരത്തിനെ അന്വേഷിച്ചു വന്നാണ് ഞങ്ങൾ. എവിടെവൻ? എന്നോട് ചോദിക്കരുത്. ഞാൻ അവനെ എന്നോ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതാണ്. എനിക്ക് അങ്ങനെ ഒരു മകനില്ല. മിസ്റ്റർ പാണ്ഡ്യൻ, സംശയമുണ്ടെങ്കിൽ പരിശോധിക്കാം. എവിടാ നിന്റെ അനിയൻ? എവിടെ ശരത്? എന്റെ മോനെ, എന്തായാലും മോനെ, എന്താ ഇപ്പിടി സെഞ്ച? സാർ, എനിക്ക് സംശയമുണ്ട്. അപ്പുറം പേശിക്കലാം. മോനെ മോനെ, സംശയമല്ല സാർ, ആ ശവം ശരത്തിൻ്റെതല്ലെന്ന് എനിക്ക് ഉറപ്പാണ്. மிஸ்டர் ரவி பிரசாத், அது சரத்தோட பாடி தான். ஃபாதர், பிரதர் எல்லாருமே ஐடென்டிஃபை பண்ணிருக்காங்களே. உங்களுக்கு என்ன டவுட் வந்திருக்கு அதுல? ഐ cannot believe it, sir. ആ ശവം മറ്റാരുടേതെങ്കിലും ആയിക്കൂടെ? ஸ்டாப் இட். இட்ஸ் நதிங் பட் an absurd imagination. அப்புறம் அந்த போட்டோகிராஃப் கேசட்ஸ் என்னாச்சு? What have you done with that? സാർ, അതെല്ലാം കേസിന്റെ ആവശ്യത്തിലേക്ക്. Look, high society girls are involved in this case. இந்த மேட்டர் வெளியில போச்சுன்னா டிஜிபி டாக்டர் மாதிரி எல்லாரும் சூசைட் பண்ணிக்க வேண்டியதான். And under any circumstances I will not allow that. കമ്മീഷണർ പറഞ്ഞതിലും കാര്യമുണ്ട്. ഈ കേസ് കോടതിയിൽ എത്തിയാൽ ആ പെൺകുട്ടികളെ വിസ്തരിക്കേണ്ടി വരില്ലേ? പിന്നീട് ആ കുട്ടികളുടെ ഭാവി. കൊള്ളാവുന്ന കുടുംബത്തിൽ നിന്ന് വരുന്ന കോളേജ് ഗേൾസ് ഇതിൽപ്പെട്ടവരധികവും. അതെ, അപ്പർ ക്ലാസ് ഇലൈറ്റ് ഫാമിലിയിൽ പെട്ടവർ തന്നെ. പ്രായം ചെന്ന പെൺമക്കളെ ബോയ് ഫ്രണ്ട്സിന്റെ കൂടെ അസമയത്ത് പാർട്ടിക്കും ഡാൻസിനും ഡേറ്റിങ്ങിനും ഒക്കെ വിടുന്നത് ഒരു ഫാഷനായി എടുത്ത ചില വെസ്റ്റേണൈസ് പേരൻസ് ഉണ്ടല്ലോ. ആ നാറികൾ ഇത് അറിയണം. ഈ സിറ്റിയിൽ എങ്ങനെയാണ് തങ്ങളുടെ മക്കൾ ജീവിക്കുന്നതെന്ന്. കുറ്റം ചെയ്തവരെ കഠിനമായി ശിക്ഷിക്കണം, മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ. അതിനൊറ്റ മാർഗമേ ഉള്ളൂ, ഇത് പരസ്യപ്പെടുത്തുക. താനെന്താ മിണ്ടായിരിക്കുന്നത്? വേണ്ടേ? വേണം. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് എനിക്കത് ചെയ്യാനാവില്ല. എന്റെ മേലുദ്യോഗസ്ഥനെ ഞാൻ അനുസരിച്ചേ പറ്റൂ. ഈ ഫോട്ടോസും കാസറ്റ്സും അതാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ജയൻ ഇത് പ്രസിദ്ധീകരിക്കാമോ? രവി, അത് സ്പാർക്ക് വിശ്വനാഥന്റെ മകനെന്ന് അഭിമാനിക്കുന്ന പത്രാധിപരോടാണ് ഞാൻ ചോദിക്കുന്നത്. അനീതിക്കോ അഴിമതിക്കോ എതിരെ പേന ചലിപ്പിക്കുന്ന അഗ്രസീവ് ജേർണലിസ്റ്റിനോട്. ക്യാൻ യു ഡു ഇറ്റ്? ചെയ്യണം. എന്താ വിഷയം? സാറിന് പലയിടത്ത് വിളിച്ചിട്ടും കിട്ടിയില്ല. അതുകൊണ്ടാണ് എന്നെ അയച്ചത്. DGP സാർ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. സർ, I'm sorry. എന്നോട് ക്ഷമിക്കൂ രവി. പ്ലീസ് ഡോണ്ട് സർ. നേരത്തെ ഞാൻ അറിഞ്ഞില്ല, താമസിച്ചു പോയി. ഇല്ലെങ്കിൽ എന്റെ മോളെ ഈ നിലയ്ക്ക്. സർ, കുറ്റം എന്റേത് തന്നെയാണ്, ശ്രദ്ധിച്ചില്ല. ജീവനേക്കാൾ വിലപ്പെട്ട എന്റെ മോളെ വേണ്ടതുപോലെ ഞാൻ സൂക്ഷിച്ചില്ല. ഉയർന്ന പോലീസ് അധികാരിയുടെ മകൾ എവിടെയും സുരക്ഷിതയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. അതാണ് തെറ്റിയത്. ഇനിയൊന്നേ എനിക്ക് ചെയ്യാനുള്ളൂ. എന്റെ മോളെയും അതുപോലെ പല പെൺകുട്ടികളെയും നശിപ്പിച്ച് അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഒരിക്കലും. യു ഷുഡ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി രവി. ബട്ട് സർ, ദ കമ്മീഷണർ. ഐ നോ. ഈ കേസിൽ ഇൻവോൾവ് ആയ മറ്റു പെൺകുട്ടികൾക്ക് വേണ്ടി കമ്മീഷൻ എന്നോട് വാദിച്ചു. ആരെ രക്ഷിക്കാനാണ് അയാൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയാം.
RS പാണ്ഡ്യനടക്കം ഇവിടുത്തെ വൻകിട മുതലാളിമാരുടെ മക്കളെ. അവർക്ക് പിന്നിൽ ഒരു വലിയ റാക്കറ്റ് തന്നെ ഉണ്ട് സാർ. മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന ഡ്രഗ് മാഫിയ. Yes, destroy them. I give you all powers to handle this case. Take charge. സത്യം പറ, എവിടുന്നാണ് നിങ്ങൾക്ക് ഡ്രഗ്സ് കിട്ടുന്നത്? ആരൊക്കെയാണ് ഇതിന്റെ ഏജൻസ്? The position is very serious. செத்து போனது டிஜிபியோட பொண்ணு. சம்பந்தப்பட்டவங்கள அவர் சும்மா விட மாட்டாரு. இப்ப இந்த கேஸை இன்வெஸ்டிகேட் பண்றது ASP ரவி பிரசாத். இந்த சந்தர்ப்பத்துல என்னால எதுவுமே பண்ண முடியாது. ஏன்னா ரவி பிரசாத் இஸ் வெரி ஸ்டெபான் அண்ட் டேஞ்சரஸ். ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, ഇനിയും നീ എന്താ അന്വേഷിക്കുന്നത്? കസ്റ്റഡിയിലെടുത്ത പിള്ളേരെ തല്ലിച്ചതച്ച് നീ എന്താ ചോദിച്ചത്? ഡ്രഗ്സ് അല്ലേ? അതെവിടെ കിട്ടുമെന്ന് നിനക്ക് അറിയണ്ടേ? ഇവിടെ ഉണ്ട്, തരാവടാ. അതിനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. വേണമെങ്കിൽ ഒരു ബുള്ളറ്റ് കൊണ്ട് നിന്നെ അവിടെ വെച്ച് തന്നെ തീർക്കാമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് നീ ചാവരുത്. ഇതിന്റെ സുഖം നിനക്ക് അറിയണ്ടേ? അത് അനുഭവിക്കണം. പിന്നീട് ഈ ലഹരിക്ക് വേണ്ടി നീ ദാഹിച്ചലയണം. കിട്ടാതെ വരുമ്പോൾ വലിഞ്ഞു മുറിയ ഞരമ്പുകൾ ത്രസിച്ച് നിന്നെ ഭ്രാന്ത് പിടിപ്പിക്കണം. അങ്ങനെ കുറേശ്ശെയായി നീ മരിക്കണം. നീ ചെയ്തതിന് ശിക്ഷ. Please, give me an ampule, please.
ഇന്നത്തെ കഴിഞ്ഞോ? ഉവ്വ. ഒരു റൂമിലേക്ക് പോ. പുറത്തെ വിവരങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല. ആരെയും കാണാൻ അനുവദിക്കുന്നില്ല. ഒരു ടെലിഫോൺ ചെയ്യാൻ പോലും. നിങ്ങൾ എന്താ എന്നെ ഇവിടെ തടവിലിട്ടിരിക്കുകയാണോ? അറ്റ്ലീസ്റ്റ് നിന്റെ ഏട്ടനെങ്കിലും എന്നെ വന്നൊന്ന് കാണാമായിരുന്നു. ഒരു കുറിപ്പ് പോലും അവൻ ഇതുവരെ അയച്ചില്ലല്ലോ. ചോദിച്ചാൽ ആരും ഒന്നും പറയില്ല. മാസങ്ങളായി കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടിലാണ് ഞാൻ. അസുഖം മാറാതെ അങ്ങനെയൊന്നും. എനിക്കിപ്പോഴും ഒരു രോഗവുമില്ല. ജ്യോതി എങ്കിലും പറയൂ. ജ്യോതി, നീ? അതെ രവി, എന്റെ വിവാഹം കഴിഞ്ഞു. അസുഖം ഭേദമാവുന്നവരെ മനസ്സിനെ വിഷമിപ്പിക്കുന്നതൊന്നും പറയേണ്ടെന്ന് കരുതിയാണ് പ്രൊഫസറും പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല, എല്ലാം പറയാം. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രവിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതായപ്പോൾ ഏട്ടൻ പോലീസിൽ പരാതിപ്പെട്ടു. പിന്നീട് CM-നെ തന്നെ നേരിൽ കണ്ടിട്ടും ഒരു ഫലം ഉണ്ടായില്ല. ആ കേസിലെ പ്രതികൾ രവി അപായപ്പെടുത്തിയിരിക്കുമെന്ന് ഏട്ടൻ ഉറച്ചു വിശ്വസിച്ചു. ഞാനും. അവരോടുള്ള പകവച്ചാണ് ഏട്ടൻ ആ ഫോട്ടോകൾ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച് സംഭവങ്ങൾ തുടർച്ചയായി വിവരിച്ചെഴുതിയത്. തുടക്കത്തിലെ എതിർപ്പുണ്ടായിരുന്നു. ഊമ കത്തുകൾ, അനോണിമസ് ഫോൺ കോൾസ്. ചില റൗഡികൾ നേരിട്ട് വന്ന് ഭീഷണിപ്പെടുത്തി. ഏടത്തിക്ക് ഭയമായിരുന്നു. പിന്മാറാൻ അവർ ഏട്ടനെ നിർബന്ധിച്ചു. ഞാൻ കൂടി അവരോടൊപ്പം പറഞ്ഞു നോക്കി. പക്ഷേ ഏട്ടൻ വഴങ്ങിയില്ല. അന്ന് ഞാനും ഏടത്തി മാർക്കറ്റിൽ പോയതായിരുന്നു. പിറന്നാളായിരുന്നു ഏട്ടന്റെ. വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയ ആ റൗഡികളായിരുന്നു അത്. രക്ഷപ്പെടാനാവണം. എടുത്തി ആ വഴിക്ക് വന്നൊരു ബസ്സിലോടി കയറി. இந்தாங்க. என்ன இது? உங்ககிட்ட கொடுக்க சொன்னாங்க. யாரு? யாருன்னு தெரியல சார். இதே கூட உன் பத்திரிகையிலே போடுறான். അന്ന് രാത്രി ഏട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2-3 ദിവസത്തേക്ക് ഒരു വിവരമില്ല. എന്ത് ചെയ്യണോ എവിടെ പോകണമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ആ സമയത്താണ് സുധേട്ടൻ അവിടെ എത്തിയത്. അതൊരു വലിയ സഹായമായി. MP എന്ന നിലയിൽ തൻ്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ഏട്ടനെ രക്ഷപ്പെടുത്താൻ അദ്ദേഹം ആവുന്നത് ശ്രമിച്ചു. പക്ഷെ പോലീസ് ഏട്ടനെതിരെ ചാർജ് ചെയ്തത് വലിയ കുറ്റങ്ങളായിരുന്നു. പേപ്പറിൽ പബ്ലിഷ് ചെയ്ത ഫോട്ടോസ് എല്ലാം ഞാൻ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് അത് കാണിച്ച് ആ പെൺകുട്ടികളുടെ രക്ഷിതാക്കളെ ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്ത് പലരിൽ നിന്നും പണം പറ്റിയെന്നാണ് പോലീസിൻ്റെ ചാർജ്. കുറ്റം സമ്മതിക്കണമെന്ന് പറഞ്ഞ് അവരെന്നെ ഒരുപാട് ദ്രോഹിച്ചു. ജയൻ, നിങ്ങൾ നിരപരാധിയാണെന്ന് എനിക്കറിയാം. കേസ് കോടതിയിലെത്തട്ടെ. ഒരു നല്ല ക്രിമിനൽ ലോയറെ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ
ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ധൈര്യമായിരിക്കും. കോടതിയിൽ ഏട്ടന്റെ മൊഴികളും വക്കീലിന്റെ വാദങ്ങളും ഒന്നും വിലപ്പോയില്ല. പിഴച്ചുപോയ മക്കൾ നിരപരാധികളാണെന്ന് വരുത്തി തീർക്കാൻ ഏട്ടനെതിരെ സാക്ഷി പറഞ്ഞത് ഇവിടുത്തെ വൻ പണക്കാരും യോഗ്യന്മാരുമായിരുന്നു. ഫിനാൻസിയർ ചമൻലാൽ ജെയിൻ, മില്ലുടമ ചിദംബരം ചെട്ടിയാർ, ഹാർട്ട് സർജൻ ഡോക്ടർ അരുന്ധതി ദേവി, സോഷ്യൽ വർക്കർ മിസസ് മേനോൻ. സ്വന്തം മക്കളുടെ മുഖം രക്ഷിക്കാൻ അവരെല്ലാം ഒറ്റ സ്വരത്തിൽ എന്റെ ഏട്ടനെ കുറ്റക്കാരനാക്കുകയായിരുന്നു. ഇനി ഒരിക്കലും രക്ഷപ്പെടുകയില്ലെന്ന് അറിഞ്ഞുകൊണ്ടാവാം ഏട്ടൻ പ്രതിക്കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടി. വേണ്ട സുധാര, മാറ്. ഇവിടെ എനിക്ക് നീതി കിട്ടില്ല. ഞാൻ കൊല്ലും. എന്റെ ഭാര്യയെ നടുറോട്ടിലിട്ട് അപമാനിച്ചവർ, എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞ ചെറ്റകൾ, ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. പണവും പദവി അധികാരവും കൊണ്ട് സത്യത്തെ മറിച്ച് നിരപരാധികളെ ശിക്ഷിക്കണമെന്ന്